കുന്നുമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഉത്സവത്തിന് നാളെ കൊടിയേറും. ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പൊങ്കാല സമർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ജനുവരി 13 മുതൽ 20 വരെ വിവിധ പരിപാടികളോടെയാണ് ഉത്സവം നടക്കുന്നത്. പൊങ്കാല സമർപ്പണം കഴിഞ്ഞ ദിവസം കാലത്ത് 8 മണിക്ക് ആരംഭിച്ചു. മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. ജനുവരി 15 വൈകുന്നേരം ബ്രഹ്മശ്രീ തറണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റവും തുടർന്ന് ക്ഷേത്രാനുഷ്ഠാന കലകളും വിവിധ കലാപരിപാടികളും നടക്കും. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായ ജനുവരി 19 പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്തും കരിമരുന്ന് പ്രയോഗവും നടക്കും. ജനുവരി 20 കാലത്ത് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് മഹോത്സവവും ആറാട്ട് സദ്യയോടും കൂടി ഉത്സവം അവസാനിക്കുമെന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറും കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ കുന്നുമ്മൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്നത്തെ പൊങ്കാല ഇടൽ ചടങ്ങ് അതോടെ ആരംഭിക്കുകയാണ്. ഒരുപാട് നാനാദേശത്തു നിന്നുമാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ, ഭക്തജനങ്ങളായ സ്ത്രീകൾ പൊങ്കാല ഇടാൻ ഇന്ന് വന്നത്. എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഈ കുന്നുമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഞാൻ. ഒരുപാട് പ്രശസ്തി ഉള്ള ക്ഷേത്രമാണ് ഇത്. അപ്പം 15 മുതൽ 20 വരെയാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്സവം നടക്കുന്നത് 15 വൈകുന്നേരം കൊടിയേറ്റത്തോടുകൂടി 20 സമാപിക്കും. തുടർന്ന് 3-ാം ദിവസം 15-ാം തീയതി കാലത്ത് 9 മണിയോടുകൂടെ മഹാഗണപതി ഹോമവും മറ്റ് കർമ്മങ്ങളും നടക്കും. അതിനുശേഷം വൈകിട്ട് ആരാധ്യനായ ബ്രഹ്മശ്രീ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറുന്നതോടുകൂടി നമ്മുടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നതാണ്. 2-ാം ദിവസമായ 16-ാം തീയതി വൈകിട്ട് ഇളനീർ വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് 5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. എല്ലാ ദിവസവും ഉത്സവ ദിവസങ്ങളിൽ കാലത്ത് പ്രഭാഷണവും, അതുപോലെ 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ വൈകിട്ട് 3 മണിക്ക് ഓട്ടംതുള്ളലും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ 1-ാം ദിവസം രാത്രി 8 മണിയോടുകൂടെ എടപ്പാൾ വിശ്വനാഥ് എൻ പാർട്ടി നയിക്കുന്ന ഗാനമേള പരിപാടി ക്ഷേത്രത്തിന്റെ മുറ്റത്തെ സ്റ്റേജിൽ വെച്ച് അരങ്ങേറുന്നതാണ്. 2-ാം ദിവസം ഉത്സവത്തിന്റെ 2-ാം ദിവസം കലാനിശ, ബാലന്മാരുടെയും പ്രദേശത്തെ ആൾക്കാരുടെയും ഒത്തുചേർന്നുള്ള ഒരു കലാപരിപാടിയാണത്. അതുപോലെ 3-ാം ദിവസം സർഗസന്ധ്യ, അതും ഇതുപോലെ തന്നെ സംഗീത നൃത്തങ്ങളുടെ സമന്വയമാണ് നടക്കുന്നത്. 4-ാം ദിവസം ഉത്സവത്തിന്റെ 4-ാം ദിവസം ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി 8:30 ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 19-ാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രത്യേകതയാർന്ന ദിവസമാണ്. അന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്ത് പുറപ്പെട്ട് കുളങ്ങരത്ത് വട്ടക്കാട്ട് വഴി ക്ഷേത്രത്തിൽ രാത്രി 10 മണിക്ക് ശേഷം 11 മണിയോടുകൂടെ തിരിച്ചെത്തും. തുടർന്ന് 6-ാം ദിവസമായ 20-ാം തീയതി കാലത്ത് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും. അതിനുശേഷം ആറാട്ട് സദ്യയോടുകൂടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും.